അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ LDF നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഒപ്പിട്ടത് പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും മുന്നണി ധാരണകൾ പാലിക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തതാണ് ഇതിന് കാരണമെന്നും CMP പ്രതിനിധി ഗിരിജ തമ്പി ലൈവ് വാർത്തയോട് പറഞ്ഞു. തഴമേൽ വാർഡിൽ നിന്നാണ് ഗിരിജ തമ്പി ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2.5 വർഷത്തിനുശേഷം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം CMP പ്രതിനിധിയായ തനിക്ക് നൽകാമെന്നായിരുന്നു മുന്നണി തീരുമാനമെന്നും 2.5 വർഷം പിന്നിട്ട സാഹചര്യത്തിലും അത് പാലിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുന്നില്ലെന്നും ഗിരിജ തമ്പി പറഞ്ഞു. 2.5 വർഷമാകുമ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനം എനിക്ക് തരാമെന്നായിരുന്നു കരാറ്. പക്ഷേ അത് 2.5 വർഷമായിട്ടും 2.5 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങളത് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് അവരിതുവരെ തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം എടുത്തത്. ഇതിപ്പോ നേതൃത്വത്തിന്റെ എല്ലാം ഒരു അറിവോടുകൂടിയുള്ള ഒരു തീരുമാനമാണോ ഇത്? അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മള് CMP എന്നുള്ള നിലയിൽ അവര് കോൺഗ്രസ്സുകാർ നമ്മളോട് കാണിക്കുന്ന ഒരു അവഗണനയും ഒക്കെ ഉണ്ട്. അവഗണനയെന്ന് പറഞ്ഞാൽ ഫണ്ട് വീതത്തിൽ തന്നെ അവഗണനയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും എല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്രാവശ്യം ഫണ്ട് വന്നപ്പോൾ നമുക്ക് ഏറ്റവും കുറച്ച് ഫണ്ടായിരുന്നു വെച്ചിരുന്നത്. അത് പറ്റത്തില്ല, അധികം വേണമെന്ന് പറഞ്ഞപ്പോൾ തർക്കം ഉണ്ടാവുകയൊക്കെ ചെയ്തു. മുന്നണിയുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള വിപ്പ് തുടങ്ങിയ ഈ നിയമപരമായ നൂലാമാലകളെ കുറിച്ച് ഒരു ചർച്ചയൊക്കെ നടത്തിയാണോ ഇത്തരം ഒരു തീരുമാനം? അതെ അതെ. വൈസ് പ്രസിഡന്റ് പദവി CMPക്ക് പണം നൽകി കോൺഗ്രസ് വാങ്ങിയതാണെന്ന കോൺഗ്രസിന്റെ അവകാശവാദം ശരിയല്ലെന്നും ഗിരിജ തമ്പി പറഞ്ഞു. വൈസ് പ്രസിഡന്റ് സ്ഥാനം എന്തുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കുന്നില്ല എന്ന് ആൾക്കാർ തിരക്കി. അപ്പോൾ അവര് തന്നെ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് CMPക്കാർക്ക് ഞങ്ങൾ പൈസ കൊടുത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഞങ്ങൾ തന്നെ അങ്ങ് വാങ്ങിച്ചത് എന്നുള്ള ആക്ഷേപം ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കേണ്ട കാര്യം എന്തുവാ? അങ്ങനെ ഉണ്ടായതുകൊണ്ട് അതിന്റെ എല്ലാം ഞങ്ങൾക്ക് വിഷമം ഉണ്ട്. അതുകൊണ്ടൊക്കെ ഇങ്ങനെ മാറാനുള്ള ഒരു ഏക കാരണം. അതേസമയം ഭരണസമിതി അധികാരത്തിൽ വന്ന നാൾ മുതൽ ഇടതുമുന്നണി നേതാക്കൾ സർക്കാർ ജോലി അടക്കം വാഗ്ദാനം ചെയ്ത് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തെ പ്രലോഭിപ്പിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോയ്തല മോഹനൻ ആരോപിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന നാൾ മുതൽ ഇടതുമുന്നണിയും അതിൽ തന്നെ CPM അതിന്റെ നേതാക്കന്മാരും UDFന്റെ ഒരു മെമ്പറുടെ വീട്ടിൽ കയറി ഇറങ്ങി പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും സർക്കാർ ജോലി അടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു വരികയാണ്. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ 10 പേര് ഒപ്പിട്ട് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒരു നീതിബോധവും കാണിക്കാത്ത അധാർമിക പ്രവർത്തനങ്ങൾ മാത്രം നടത്തിയിട്ടുള്ള ഒരാളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആക്കിയ ആ സമയത്ത് തന്നെ കോൺഗ്രസ് പാർട്ടി അതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളതാണ്. കോൺഗ്രസിലെ ചില ആളുകളുടെ നിർബന്ധ ബുദ്ധിയാണ് അത്തരമൊരു സ്ഥാനത്തേക്ക് ഈ ജനപ്രതിനിധിയെ കൊണ്ടെത്തിച്ചത്. CMPക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കോൺഗ്രസിലെ തന്നെ ചിലരുടെ നേതൃത്വത്തിൽ അട്ടിമറിക്കാൻ ശ്രമം നടന്നിരുന്നെങ്കിലും DCC പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ടതാണെന്നും തോയ്തല മോഹനൻ പറഞ്ഞു. ധാർമ്മികതയെക്കുറിച്ചും രാഷ്ട്രീയത്തിലെ സദാചാര മൂല്യങ്ങളെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുന്ന CPM ആണ് കുതിരക്കച്ചവടവുമായി രംഗത്തുവന്ന പഞ്ചായത്ത് ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്നും തോയ്തല കുറ്റപ്പെടുത്തി. UDFൽ CMPക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന് പറഞ്ഞിരുന്നു. അഞ്ചലിലെ പ്രാദേശികമായി നിൽക്കുന്ന ചില ആളുകൾ പഞ്ചായത്ത് ഭരണത്തിൽ താല്പര്യമില്ലാത്ത, പഞ്ചായത്ത് ഭരണം വരുന്നതിന് വേണ്ടി ചെറുവിരൽ അനക്കാത്ത ഏതാനും ചില നേതാക്കളുടെ നേതൃത്വത്തിൽ അത് അട്ടിമറിക്കാൻ ശ്രമം നടന്നിരുന്നു. എങ്കിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഡോക്ടർ പ്രതാപവർമ്മ തമ്പാന്റെ മുമ്പിൽ കോൺഗ്രസിലെ എല്ലാ മെമ്പർമാരും ഹാജരായി 3 വർഷം തികയുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം CMP പ്രതിനിധിക്ക് നൽകണമെന്ന് DCC പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് തീരുമാനം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉള്ളതുമാണ്. തീർച്ചയായും നവംബർ 2-ന് 3 വർഷം തികയുന്നതിനനുസരിച്ച് നിലവിലുള്ള വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പുതിയ വൈസ് പ്രസിഡന്റായി CMPയുടെ പ്രതിനിധി എടുക്കാൻ ഇരിക്കുന്നതിന്റെ സമയത്താണ് ധാർമ്മികതയെക്കുറിച്ചും രാഷ്ട്രീയത്തിലെ സദാചാര മൂല്യങ്ങളെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുന്ന CPM കുതിരക്കച്ചവടവുമായി രംഗത്ത് വരികയും ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്ത് പഞ്ചായത്ത് ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. CMP ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും എഴുതി നൽകിയിട്ടുള്ള വിപ്പിന്റെ അടിസ്ഥാനത്തിൽ അധികൃതരെ സമീപിക്കുമെന്നും തോയ്തല മോഹനൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.